ഈ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നല്ലാതെ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ സെറ്റ്. ദേ ഫുഡ് നിങ്ങളെ ഏച്ചിരിക്കുന്നത് എല്ലാം ഓക്കെ അല്ലേ? അതെല്ലാം ഓക്കെയാണ്. ഇത്തവണ നമ്മുടെ മലബാർ സ്പൈസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ടെൻഷനും വേണ്ട. ആഹാ, മലബാർ സ്പൈസി ആണോ? അപ്പൊ സംഭവം കിടക്കാഴ്ചയായിരിക്കും. അവിടെ പോകുമ്പോഴാണ് വല്ലപ്പോഴും രുചിയോടെ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴും മമ്മിയുടെ ഫുഡ് അടിപൊളി. പിന്നെ ഞാൻ കാര്യം ചോദിക്കായിരിക്കായിരുന്നു. കോളേജ് ഫംഗ്ഷൻ നിങ്ങളുടെ ഡ്രസ് എവിടെ നിന്നായിരുന്നു? നാട്ടിൽ നിന്ന് വരുത്തിയതാ? അല്ലാന്നേ, നമ്മുടെ കാശ്മീരി ഫാഷനിൽ നിന്ന് വാങ്ങിയതാ. ആണോ? നല്ല ഡ്രസ് എന്തായിരുന്നു കാണാൻ. ശരിക്കും നിങ്ങളായിരുന്നു അന്നത്തെ സ്റ്റാർ. അടുത്ത ഫംഗ്ഷന് ഞങ്ങളും അവിടെ തന്നെ വാങ്ങുന്നുള്ളൂ. അപ്പോഴേ നേരം വൈകി, ഞാൻ ഇറങ്ങട്ടെ. വൈകിട്ട് വീട്ടിലോട്ട് നേരത്തെ വന്നേക്കണേ. നേരത്തെ തന്നെ വരാം. നമുക്ക് അടിച്ചു പൊളിക്കാണല്ലേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മമ്മി എങ്ങനെയാ ആരെങ്കിലും വരുമ്പോഴേക്കും ഇത്ര പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്നേ? എടി മണ്ടി, അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നമ്മുടെ ഫ്ലൈ മാർട്ടില് റെഡി ടു കുക്ക് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. സമയവും ലാഭം, സൂപ്പർ ടേസ്റ്റും. ഇത് മാത്രല്ല, അമ്മ നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേറൊരു സീക്രട്ട് കൂടി ഉണ്ട്. അതെന്താ? എന്നും ഡ്യൂട്ടി തിരക്കായോണ്ട് മമ്മിക്ക് എപ്പോഴും കടയിൽ പോവാനും സമയം കിട്ടാറില്ലല്ലോ. അതിന്റെ സീക്രട്ടാണ് നമ്മുടെ കേരള തനിമ. നമ്മുടെ എല്ലാ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നോണ്ട് കടയിൽ പോയി ബുദ്ധിമുട്ടണ്ട. ഇങ്ങനെയുള്ള കടകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുഡ് നമുക്ക് മിസ് ചെയ്യുന്നില്ല. മമ്മിക്ക് അതൊരു സഹായമാവും. അതെ അതെ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമ്പോ എങ്ങനെ പാതിര കുർബാനയ്ക്ക് പോണേ? നമ്മൾ അവിടെ നിന്ന് കുർബാനയ്ക്ക് പോകുന്നല്ലേ അമ്മോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അല്ലേ തന്നെ എപ്പോഴും പള്ളി പോവാന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കണവരാ. പിന്നെയാണ് ഒരു ഫംഗ്ഷൻ വരുമ്പോ പള്ളി വരണേ. അവരുടെ പാരന്റ്സ് ഒന്നും ചോദിക്കില്ലേ പള്ളിയിൽ പോയില്ലെന്ന്? അതിന് അവര് പോയിട്ട് വേണ്ട മക്കളോട് ചോദിക്കാൻ. എന്നാ പിന്നെ അവർക്ക് വണ്ടി ഉണ്ടല്ലോ, നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിക്കാം. എന്നിട്ട് വേണം നമ്മളെല്ലാവരും കൂടി കളിയാക്കി കൊല്ലാൻ. അപ്പൊ പിന്നെ നമ്മളിനി എന്താ ചെയ്യാ? നമ്മൾ അവിടുന്ന് കുർബാനയ്ക്ക് പോകുന്നുള്ള ഉറപ്പില്ലല്ലേ അമ്മ നമ്മളെ പോകാൻ സമ്മതിച്ചേ? പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ പിന്നെ നമ്മളെ വിടില്ല. ഒരു കാര്യം ചെയ്യാം, അമ്മയോട് നമുക്ക് പോയി നോണ പറഞ്ഞാലോ? അമ്മേ, അത് ശരിയാവില്ല. അമ്മോട് നുണ പറയാൻ പറ്റില്ല. നമ്മളെ വിശ്വസിച്ചല്ല അമ്മ വിടുന്നത്. പിന്നെ എന്ത് ചെയ്യും? നിനക്ക് അവരുടെ കൂടെ അടിച്ചു പൊളിക്കണ്ടേ? അത് വേണം. വേറെ വഴിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. എടി, നീ ഒരു ചിരി കേൾക്കുന്നുണ്ടോ? ഇല്ല. എവിടെ? അതൊക്കെ പോട്ടെ, നാളെ വൈകിട്ട് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടുവല്ലേ? ഇത്തവണ ക്രിസ്മസ് ശരിക്കും അടിച്ചു പൊളിക്കാല്ലേ? അതെ അതെ. പിന്നെ ഒരു കാര്യം, റീതാലിയുടെ മുകളിലെ താര അവള് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ എല്ലാവരും കമ്പനി കൂടുമ്പോ ചിയേഴ്സ് പറയാൻ നമ്മളും കൂടണോന്ന്. അത് വേണോ? അതിനിപ്പോ എന്താ കുഴപ്പം? ഇവിടെ എല്ലാവരും കുടിക്കണില്ലേ, നമ്മുടെ കസിൻസും റിലേറ്റീവ്സും. ലാസ്റ്റ് ആവുമ്പോഴേക്കും ചിലർക്ക് ബോധം പോലും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. അത്രയ്ക്കൊന്നും വേണ്ടാന്നേ, ചെറുതായി ഒന്ന് കൂടി ചിയേഴ്സ് പറഞ്ഞാ മതി. ശരിക്കും ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ? അതിനൊന്നും കുഴപ്പമില്ലെന്നേ. മാത്രമല്ല, എല്ലാവരും കൂടുമ്പോ നമ്മള് മാത്രം മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. എന്നാ ശരി, നമുക്ക് നോക്കാം. നമ്മുടെ റിലേറ്റീവ്സിന്റെ കൂടെയല്ലേ എല്ലാവരും കഴിക്കുന്നുണ്ട്, പിന്നെ നമ്മള് കഴിച്ചെന്താ കുഴപ്പം? അത് ശരിയാ. എന്തേലും ആഘോഷം വന്ന എല്ലാവരും കൂടും. പിന്നെ കുടുംബ പ്രാർത്ഥന പോലും ഉണ്ടാവാറില്ല. അതിന് രാത്രി ആവുമ്പളേക്കും തീറ്റയും കൂടിയും ഡാൻസും പാട്ടൊക്കെ ആയിരിക്കുമ്പോ പ്രാർത്ഥിക്കാൻ ആർക്കാ നേരം കിട്ടണേ? അല്ലല്ലോ, ആഘോഷം വന്ന ആദ്യം മാറ്റി നിർത്തുന്നതല്ലേ പ്രാർത്ഥന? അതെ അതെ. അപ്പൊ ഒരു ദിവസം കുർബാനയും പ്രാർത്ഥനയൊന്നും ഇല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇടിയൊരു ചിരി കേൾക്കുന്നുണ്ടോ? ഇല്ല, നിനക്ക് തോന്നിയതാവും. എന്താ മക്കളെ, വലിയ കാര്യമായ ചർച്ചയിലാണല്ലോ. അങ്ങനെയൊന്നുമില്ല അമ്മേ, ഞങ്ങള് ചുമ്മാ ഓരോന്ന് സംസാരിച്ചിരിക്കായിരുന്നു. മോളെ, പ്രത്യേകിച്ചൊന്നുമില്ല. വേറൊന്നുമില്ലാന്നേ, ഞങ്ങള് ക്രിസ്മസിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. എന്നാ പിന്നെ ഞാനും കേക്കട്ടെ ക്രിസ്മസിന് ശേഷങ്ങൾ. ഞങ്ങളെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നേ. മക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്മസ് എന്ന് പറഞ്ഞ അലങ്കാരങ്ങളും ഗിഫ്റ്റുകളും കേക്കും പാർട്ടി മാത്രല്ല കേട്ടോ. ഇതിന്റെ പേരിൽ ഈ നടത്തിക്കൂട്ടുന്ന ആഘോഷങ്ങളുടെ ഇടയിൽ ഈശോയെ എല്ലാവരും മറന്നു പോകുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. അല്ല മമ്മി, അങ്ങനെയൊക്കെ നോക്കിയാലും എല്ലാവരുടെ ഇടയിൽ നമ്മൾ മാറി നിൽക്കേണ്ടി വരില്ലേ? ആഘോഷങ്ങളൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നേ. എല്ലാവരും ഒത്തുകൂടുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ അത് മാത്രമാണ് ക്രിസ്മസ് എന്ന് വിചാരിക്കുന്നതാണ് പ്രശ്നം. ആട്ടെ, നിങ്ങൾ ഏത് ആഘോഷത്തെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പിന്നെ മമ്മി, നമ്മുടെ താരയില്ലേ, അവള് പറഞ്ഞിട്ടുണ്ട് നാളെ എല്ലാവരും കൂടുമ്പോ ഞങ്ങളും ചിയേഴ്സ് പറയാൻ കൂടണോന്ന്.
ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അവര് സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ, ജസ്റ്റ് ഒന്ന് കൂടാന്ന് വിചാരിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജസ്റ്റ് ഒരു ചിയേഴ്സ് എന്ന് പറഞ്ഞു തുടങ്ങിയതല്ലേ ആ കുട്ടി, ഇപ്പൊ കൺട്രോൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലായില്ലേ? ഞങ്ങൾ അങ്ങനെയൊന്നും ആവില്ല മമ്മി. എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ തുടങ്ങുമേ. ആരും നശിക്കാൻ വേണ്ടിയായിരിക്കില്ലല്ലോ ഇതിലേക്ക് വരുന്നത്. കൂട്ടുകാരുടെ വീട്ടുകാരുടെ നിർബന്ധത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയാന്നൊക്കെ പറഞ്ഞല്ലേ ഓരോരുത്തരും ഓരോ ദുശീലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ അവര് പോലും അറിയാതെ പലരും ഇതിനടിമയെ തീരുവല്ലേ. പിന്നെ നമ്മള് ക്രിസ്ത്യാനികൾക്ക് എന്ത് ആഘോഷം വന്നാലും ഇതില്ലാതെ പറ്റുകയില്ല. കുറച്ചു നേരത്തെ സന്തോഷം മാത്രം തരുന്ന ഈ ആഘോഷങ്ങളുടെ പേരിൽ ഈശോയെ നാം നഷ്ടപ്പെടുത്തി കളയരുത്. ക്രിസ്മസിന് ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശോയുടെ ജനനത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ മാത്രമല്ല നമുക്ക് ക്രിസ്മസ്. നമ്മുടെ ഹൃദയത്തിലും ഈശോ ജനിക്കുവാനും ആ ഈശോയെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ എന്നും കൊണ്ടു നടക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ നമ്മിലുള്ള ഈശോയുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കേണ്ടത്. ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. അമ്മ ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ അവര് ഞങ്ങളെ കളിയാക്കും. മക്കളെ, നമുക്ക് വിഷമങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് അറിയാലോ ഈശോയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഈശോ നമ്മെ വഴി നടത്തിയോണ്ടല്ലേ നാം ഇപ്പൊ ഇങ്ങനെ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈശോയെ വേണ്ടാന്ന് വെച്ച് ഈ ലോകത്തിന്റെ പ്രലോഭനത്തിന്റെ പിന്നാലെ പോകണോ? ഫ്രണ്ട്സ് ഒന്നും വേണ്ടെന്നാണോ മമ്മി പറയുന്നേ? അങ്ങനെയല്ല മക്കളെ, നമ്മുടെ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കണം. ഭംഗിയോ ആർഭാടങ്ങളോ നോക്കിയല്ല, മറിച്ച് ഈശോയെ സ്നേഹിച്ച് ജീവിക്കുന്ന മക്കളാണോന്ന് നോക്കിച്ച് വേണം തെരഞ്ഞെടുക്കാൻ. അപ്പോ ഏത് ആഘോഷം വന്നാലും ഈശോയെ നഷ്ടപ്പെടുത്താതെ, സാത്താന് കയറി വരാൻ ഇടം കൊടുക്കാതെ ഒത്തുകൂടുവാനും സന്തോഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്നേക്കാ കൂടുതൽ സമയം നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലായിരിക്കുന്നേ. നല്ല കൂട്ട് നമ്മളെ കൂടുതൽ നല്ലവരാക്കും. ചീത്ത കൂട്ടുതിട്ട് നമ്മുടെ ഉള്ള നന്മ കൂടി നഷ്ടപ്പെടുത്തും. എന്താ മക്കളെ, നിങ്ങളുടെ മുഖം അല്ലാതിരിക്കുമേ? എന്റെ മക്കളെ, എനിക്ക് നല്ല വിശ്വാസമാണ്. നന്മയില്ലാത്തതൊന്നും നിങ്ങൾ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങക്ക് വിഷമമായോ? മമ്മി ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. ഇത് പറ്റി മക്കളെ? ഫ്രണ്ട്സിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി പാതിരാ കുർബാനയ്ക്ക് പോവണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. തെറ്റായി പോയിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മമ്മി. സാറില്ല മക്കളെ, നിങ്ങളുടെ തെറ്റ് നിങ്ങക്ക് മനസ്സിലായില്ലേ? അത് മതി. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ അവരോട് ചോദിച്ചോ കുർബാനയ്ക്ക് പോകുന്നുണ്ടോന്ന്? ഇല്ല, ചോദിച്ചില്ല, കളിയാക്കുന്നു കരുതി. ഈശോയ്ക്ക് വേണ്ടി ഇത്തിരി കളിയാക്കൽ കേൾക്കാൻ പറ്റില്ല എന്നായോ എന്റെ പൊന്നു മക്കൾക്ക്? സാരമില്ല, എന്തായാലും ചോദിച്ചു നോക്ക്, എന്നിട്ട് തീരുമാനിക്കാം. ഹലോ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കുവായിരുന്നു. ആടി, ഇവിടെ സർപ്രൈസ് ആയിട്ട് പപ്പയും മമ്മി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പാർട്ടിയുടെ ഡ്രിങ്ക്സ് മൊത്തം പപ്പ സെറ്റാക്കിക്കോളാന്നാ പറഞ്ഞേ. നല്ല ഫോറിൻ ഐറ്റംസ് ആണല്ലോ. നിങ്ങക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തായാലും വിലയിൽ പറഞ്ഞോട്ടാ. ഇല്ലടി, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് പള്ളിയിൽ പോകുന്നുണ്ടോ? അയ്യോ, പറയാൻ വളർന്നു. ഒരു പള്ളിയിലല്ല, കുറച്ചധികം തന്നെ പള്ളിയിൽ നമ്മൾ പോകുന്നുണ്ട്. ഫുഡ് കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള എല്ലാ പള്ളിയിലും പേജലിൽ പോയി ക്രിസ്മസ് ട്രീയും ലൈറ്റ്സ് ഒക്കെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പ. ആക്കിൽ ബോധം ഉണ്ടായി മതിയായിരുന്നു. അതല്ലടി, പാതിരാ കുർബാനയ്ക്ക് പോകുന്നുണ്ടോ? വാട്ട്? നിനക്ക് വട്ടുണ്ടോ? കുർബാനയ്ക്കോ? ഇത്ര നല്ലൊരു പാച്ചിമോഡിലായിരിക്കുമ്പോ നീ ഇതുപോലുള്ള സില്ലി ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഗിഫ്റ്റ്സ് ഒക്കെ ഇപ്പൊ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം ട്രിപ്സ് ഒക്കെ ഞാനിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മാസം നമ്മൾ അടിച്ചു പൊളിക്കും. ഓക്കേടി, നമുക്ക് പിന്നെ കേക്കാം. ഇതെന്തായിട്ട് ഞാൻ സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ട് നീ ഹാപ്പി അല്ലേ? ഓ, നീ നിന്റെ പള്ളിയും കുർബാനയ്ക്കായിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണോ? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ഒരു മാസം ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞു വന്നേക്കരുത്. ആകെ കുറച്ച് സമയമുള്ളൂ പപ്പയും മമ്മിയുടെ പാർട്ടിയും ട്രിപ്സും ഒക്കെ അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഓക്കേടി, നമുക്ക് ശരിയാക്കാം. ഓക്കെ ബൈ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ അവിടേക്ക് പോകുന്നില്ല. ശരിയാ, നമുക്ക് പോവണ്ട. അത് മാത്രല്ല, അവരായി ഇനി നമുക്ക് അധികം അടുപ്പവും വേണ്ട. മമ്മി നമ്മുടെ കണ്ണ് തുറപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളും അവരുടെ കൂടെ കൂടി അവരെ പോലെ ആയേനെ. അല്ലേലും മമ്മി കറക്റ്റ് സമയത്ത് തന്നെ വരാറുണ്ടല്ലോ. ആട്ടെ, ഇനി എന്താ പരിപാടി? മമ്മിക്ക് എന്താ പരിപാടി? ഞങ്ങൾ ഇത്തവണ മാതൃവേദിയിൽ അമ്മമാരെല്ലാവരും കൂടി കൂടുന്നുണ്ട്. നമ്മുടെ അച്ഛനും ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമെന്ന് പറഞ്ഞു. എന്താ ഞാൻ പറയാങ്ങ, എല്ലാവരും ഫാമിലി ആയിട്ടാ വരണേ. പപ്പ ജോലി കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ പോന്നോ? വേണമെങ്കിലെന്നോ? ഇത് നേരത്തെ പറയണ്ടേ? മമ്മിയുടെ ഫ്രണ്ട്സ് ഒക്കെ പൊളിയല്ലേ? അതെ, ഞങ്ങളുണ്ട് മമ്മി. ഞങ്ങളെ കൂടി മാതൃവേദിയിൽ എടുക്കോ?